ഈ പരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ PS രാജേന്ദ്ര പ്രസാദ് അവർകൾ, വേദിയിലിരിക്കുന്ന മാനനീയ ജില്ലാ സംഘചാലക് രാമചന്ദ്രേട്ടൻ, മാന്യ വിഭാഗ് കാര്യവാഹ് രവിചേട്ടൻ, സംഘത്തിന്റെ പ്രാന്തീയ സേവാ പ്രമുഖ് കൃഷ്ണൻകുട്ടിയേട്ടൻ, വീരജവാന്മാർക്ക് ജന്മം നൽകിയ വീരമാതാക്കളെ, ഈ പരിപാടിയിൽ സംബന്ധിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാരെ, സഹോദരിമാരെ, പൗരജനങ്ങളെ, സഹപ്രവർത്തകന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പിന്നിലത്തെ ഉദ്ദേശത്തെ സംബന്ധിച്ചെല്ലാം സ്വാഗത പ്രാസംഗികനും ബഹുമാന്യനായ അധ്യക്ഷനും തങ്ങളുടെ ഭാഷണങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാമി വിവേകാനന്ദന്റെ സാർദ്ധശതി ആഘോഷം നടക്കുന്ന സന്ദർഭമാണിത്. കഴിഞ്ഞ ജനുവരി മാസം 12-ാം തീയതിയാണ് സ്വാമി വിവേകാനന്ദന്റെ 150ാമത്തെ ജയന്തി നാം ആഘോഷിച്ചത്. അന്നു മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഭാരതത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനുവരി മാസം 12-ാം തീയതിയോടുകൂടി ഈ പരിപാടികൾ അവസാനിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, നാടിനുവേണ്ടി ജീവിച്ചവരെ, നാടിനുവേണ്ടി മരിച്ചവരെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ ഭാരതമാസകലം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വേലുത്തമ്പി ദളവയുടെ ആത്മാഹുതിയുടെ വാർഷികമാണ് നാം ഇവിടെ ആചരിക്കുന്നത്. വേലുത്തമ്പി ദളവയെക്കുറിച്ച് തിരുവിതാംകൂറുകാരായ നാം എല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ നാം ഇത് പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വേലുത്തമ്പി ദളവയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല അംശങ്ങളും നാം കേട്ടിട്ടുണ്ട്. എങ്കിലും പുതിയ തലമുറ ഗവേഷണ ബുദ്ധിയോടുകൂടി അതിനെ സമീപിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്ക നിലയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇത്തരം ആഘോഷങ്ങളൊക്കെ ആ തരത്തിൽ പുതിയ തലമുറയ്ക്ക് പ്രചോദനമേകുവാൻ തക്ക കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് ഗുണകരമാകട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ പൂർണ്ണമായ പേര്. നമ്മുടെ തിരുവിതാംകൂറിൽ, തെക്കൻ തിരുവിതാംകൂറിൽ, ഇന്നത്തെ തമിഴ്നാട്ടിൽപ്പെട്ട നാഗർകോവിലിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പഴയകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സംസ്കൃതവും മലയാളത്തെ പോലെ പഠിപ്പിച്ചിരുന്നു. പൊതുവെ എല്ലാവർക്കും മലയാളം എങ്ങനെ വഴങ്ങുമോ അതേപോലെ സംസ്കൃതവും വഴങ്ങുമായിരുന്നു. ഏതാണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ നാഗർകോവിലിൽ ജനിച്ചതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തമിഴ് കലർന്ന പ്രദേശമാണ്. ഇന്ന് തമിഴ്നാടിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് മാതൃഭാഷ എന്നുള്ള നിലയിൽ മലയാളവും തമിഴും അദ്ദേഹം നന്നായി പഠിച്ചിരുന്നു. ഒപ്പം സംസ്കൃതവും. 3 ഭാഷകളിലുമുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീർന്നു എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ടു വരുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം സൃഷ്ടിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നെഞ്ചുവിരിച്ചു പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തന്റേടം കാണിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ എന്നും സ്ഥാനം നേടിയിട്ടുള്ള ആളാണ് വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിന്റെ ഈ പരാക്രമമൊക്കെ ദളവയായതിനു ശേഷം ഉണ്ടായതല്ല. ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രശിക്ഷണവും
ജന്മനാ തന്നെ കിട്ടിയിട്ടുള്ള പൗരുഷവും പരാക്രമവും ആത്മവിശ്വാസവും എല്ലാം അദ്ദേഹത്തെ ചെറുപ്രായത്തിൽ തന്നെ പക്വമതിയായ, കാര്യശേഷിയുള്ള, വാക്ചാതുര്യമുള്ള, പ്രബലനായ, പ്രമുഖനായ ഒരു പ്രവർത്തകനും ഒരു നേതാവുമൊക്കെ ആക്കി മാറ്റിയിരുന്നു. ഏതാണ്ട് 25 വയസ്സായപ്പോഴേക്കും, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് 25 വയസ്സെന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രായം. പക്ഷെ അപ്പോഴേക്കും ഏതാണ്ട് തിരുവിതാംകൂർ മുഴുവനും പേരുകേട്ട വ്യക്തി എന്നുള്ള നിലയിലേക്ക്, ഇന്നത്തെ പോലെ മാധ്യമങ്ങളും മറ്റും വികസിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ 1800-ലെ സംഭവങ്ങളാണ് നാം ഓർക്കേണ്ടത്. മാധ്യമങ്ങളും കമ്മ്യൂണിക്കേഷനും ഒന്നും ഇത്രമാത്രം വികസിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ മുഴുവൻ വിഖ്യാതനായി തീർന്നു എന്ന് പറയുമ്പോൾ വേലുത്തമ്പി എന്ന ആ ചെറുപ്പക്കാരൻ എങ്ങനെയായിരുന്നു ഇരുന്നത്, പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അല്പം ഊഹിക്കാൻ സാധിക്കും. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കണ്ടിട്ട് ഭാരതത്തിന്റെ ഉത്തമനായ പുത്രന്മാരിൽ ഒരാളായിട്ടുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദക്ഷിണേന്ത്യയുടെ വീരനാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഓർത്തത് അദ്ദേഹത്തിനും തിരുവിതാംകൂറിനും കേരളത്തിനുമൊക്കെയുള്ള വലിയൊരു അംഗീകാരമായി നാം കാണേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 25 വയസ്സ് പ്രായമായപ്പോ ധർമ്മരാജാവിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ തിരുവിതാംകൂറിലെ, തെക്കൻ തിരുവിതാംകൂറിലെ ഒരു രാജ്യത്തിന്റെ കാര്യക്കാരനായി നിശ്ചയിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ തഹസീൽദാർ. ചെറുപ്രായത്തിൽ തന്നെ കരം പിരിക്കുവാനും നാട്ടുനടപ്പിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നടപ്പാക്കുവാനുമുള്ള ചുമതല വളരെ മുതിർന്നവരും പ്രായമുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഏറെ ഉണ്ടായിട്ടും ഈ ചെറുപ്പക്കാരനെയാണ് ഏൽപ്പിച്ചത്. ആ സമയത്താണ് അദ്ദേഹം തന്റെ ഭരണ പാടവം മഹാരാജാവിന്റെയും മറ്റാളുകളുടെയും മുമ്പിൽ കാണിച്ചു കൊടുത്തത്. ശക്തനായ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് തന്റെ അധികാര പരിധിയുടെ സീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, എത്രമാത്രം വൃത്തിയായി പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിലെ ചരിത്രമൊക്കെ നാം പഠിക്കുന്നത് വളരെ രസാവഹമാണ്. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി എന്നു പേരുള്ള ഒരു ദളവ, അദ്ദേഹം ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ ദളവയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രാജ്യഭരണം നന്നായി കൊണ്ടുപോവുക എന്നതിനേക്കാൾ ഇന്നും നാം പല മന്ത്രിമാരെ കുറിച്ചുമൊക്കെ കേൾക്കാറുണ്ടല്ലോ. അതൊക്കെ പണ്ടും ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നും അത് നമുക്ക് കാണാൻ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാടെങ്ങനെയോ പോകട്ടെ, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് ഇന്നും ചിന്തിക്കുന്ന ചില മന്ത്രിമാരുടെ പൂർവികനായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ദളവ. കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ മുതലാക്കി പണമുണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ചു. എല്ലാവരോടും കൈക്കൂലി ചോദിച്ചു. എന്തൊരു കാര്യം നടത്തി തരണമെങ്കിലും ഇത്ര പണം തരണമെന്ന് പറഞ്ഞു. അത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വരുന്ന സാധാരണ പ്രജകളോട് മാത്രമായിരുന്നില്ല, സാക്ഷാൽ തഹസീൽദാറായ വേലുത്തമ്പിയോട് പോലും അന്നത്തെ നിലയ്ക്ക് 3000 രൂപ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 2 നൂറ്റാണ്ടിന് മുമ്പാണ് 3000 രൂപ ആവശ്യപ്പെടുന്നത്. ഇന്നത് എത്രയാകും നമ്മൾ കണക്കാക്കി നോക്കുക. അപ്പോ ഈ തരത്തിൽ അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രം മന്ത്രി കസേരയിൽ, ദളവ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മന്ത്രി എന്ന് ധരിക്കുക, അഴിമതി നടത്താൻ വേണ്ടി മാത്രം മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് രാജ്യത്തിന്റെ പൂർണ്ണമായ അധപതനത്തിനും നാശത്തിനും കാരണമാകും എന്ന് തിരിച്ചറിഞ്ഞ വേലുത്തമ്പി എന്ന തഹസീൽദാർ കാര്യക്കാരൻ ഒരു ചെറിയ സേനയെ സംഘടിപ്പിച്ചുകൊണ്ട് രാജാവിനെ മുഖം കാണിക്കുവാനെത്തി. അപ്പോഴേക്കും പഴയ രാജാവ് നാടുനീങ്ങി പുതിയ രാജാവ് ബാലരാമവർമ്മ അദ്ദേഹം സിംഹാസനത്തിൽ ആസനസ്ഥനായി കഴിഞ്ഞിരുന്നു. വേലുത്തമ്പി എന്ന ചെറുപ്പക്കാരന്റെ പൗരുഷവും പരാക്രമവും തന്റെ ഇടവുമെല്ലാം നന്നായി അറിയാവുന്ന രാജാവ് നോക്കുമ്പോ ആയുധങ്ങളും എന്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പിന്നാലെ വന്നിരിക്കുന്നത്. ഒരു പ്രതിനിധി സംഘം രാജാവിനെ സമീപിച്ചിട്ട് ഈ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന അഴിമതിക്കാരനെയും കൂട്ടരെയും ഉടനെ തന്നെ സ്ഥാനഭ്രഷ്ടരാക്കിയിട്ടില്ലെങ്കിൽ രാജ്യത്ത് കലാപമുണ്ടാകും, പുറത്തേക്ക് നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ ആയുധമേന്തി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു.
ചുറ്റുപാടുകളെല്ലാം ഒന്ന് നോക്കിയപ്പോൾ രാജാവ് ഭയന്നുപോയി. അപ്പൊ തന്നെ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ദളവ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇന്നത്തെ പോലത്തെ ജനാധിപത്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വളരെ പാടുപെടേണ്ടി വരും. അന്ന് തിരുമനസിന് എന്ത് തോന്നുന്നുവോ അത് തന്നെയാണ് നടപ്പാക്കുക. തിരുമനസ് പേടിച്ചു പോയത് കൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയായി. തൊട്ടടുത്ത് യോഗ്യനായ നിപുണനായ ഒരു വ്യക്തിയെ ദളവയാക്കി വെക്കണമെന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒത്തുകിട്ടിയത് വേലുത്തമ്പി എന്ന ഈ ചെറുപ്പക്കാരന്റെ പേര് തന്നെയാണ്. അങ്ങനെ വേലുത്തമ്പിയെ ദളവയായി നിശ്ചയിക്കുകയാണ്. അത് 1801 1801 മുതൽ വേലുത്തമ്പി ദളവ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാകാൻ തുടങ്ങി. നമ്മുടെ തിരുവിതാംകൂറിലും പഴയകാല ചെറിയ ചെറിയ മറ്റു രാജ്യങ്ങളിലുമൊക്കെ ദളവകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ മലയാളികളായ നമുക്ക് ഈ ദളവ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വേലുത്തമ്പി ദളവയാണ്. കാരണം ദളവ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കാണിച്ച് ചരിത്രത്തിൽ ഇടം നേടിയത് വേലുത്തമ്പി എന്ന ദളവയാണ്. അതുകൊണ്ടാണ് ദളവ എന്ന പേര് കേൾക്കുമ്പോൾ വേലുത്തമ്പിയുടെ ചിത്രവും ആ രൂപവും നമുക്ക് ഓർമ്മ വരുന്നത്. ദളവയായതോടുകൂടി അദ്ദേഹത്തിന് പരമാധികാരം കൈവന്നു. മഹാരാജാവ് കഴിഞ്ഞാൽ പിന്നെ ദളവയാണ് രാജ്യത്തിന്റെ ഭരണാധികാരം പൂർണ്ണമായി നിയന്ത്രിക്കേണ്ടുന്നത്. രാജ്യം തിരുവിതാംകൂർ ഏതാണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കഴിഞ്ഞിരുന്നു. കാരണം പ്രധാനപ്പെട്ട മന്ത്രി തന്നെയായിരുന്നു അഴിമതിക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ജീർണിച്ചും ദുഷിച്ചും പോകാമായിരുന്നു രാജ്യത്തിന്റെ ഭരണ സംവിധാനം അതെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശരിയാക്കുവാനും വൃത്തിയാക്കുവാനുമുള്ള പരിശ്രമം നടത്തി അഴിമതി വിമുക്തമായ ഭരണകൂടം അതിനുവേണ്ടി യത്നിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ക്രിമിനൽ കോഡ് രൂപീകരിച്ചു. ആ ക്രിമിനൽ കോഡിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് വേലുത്തമ്പി ദളവയുടെ ക്രിമിനൽ കോഡ് ഭയങ്കരമായിരുന്നു എന്നാണ്. തെറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശിക്ഷ കിട്ടുന്നത് രൂക്ഷമായിരുന്നു. കടുത്ത ശിക്ഷ കൊടുത്തിരുന്നു. ഓരോ കേസുകളും എടുത്തുകൊണ്ട് ശിക്ഷ കൊടുത്തതിനെ നമ്മൾ വിലയിരുത്തിയാൽ ഒരുപക്ഷെ നമുക്ക് വേലുത്തമ്പി ദളവയെ കുറ്റപ്പെടുത്താൻ തോന്നും. വേലുത്തമ്പി ദളവ എല്ലാം തികഞ്ഞവനായിരുന്നു എന്ന് ഞാനും പറയുന്നില്ല. ചരിത്രകാരന്മാർക്ക് ആർക്കും അത്തരം അവകാശവാദങ്ങളുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് മാത്രം നാം നോക്കുക. സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കുവാനോ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനോ വേണ്ടി ആയിരുന്നില്ല. രാഷ്ട്രത്തിന്റെ നന്മയും സമാജത്തിന്റെ കെട്ടുറപ്പും മൂല്യങ്ങൾ സമൂഹത്തിൽ നിലനിന്ന് കാണണമെന്നുള്ള ആഗ്രഹവുമായിരുന്നു കർക്കശമായ കഠോരങ്ങളായ നിയമങ്ങൾ നടപ്പാക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിന്റെ പരിണതഫലമായി നാം കണ്ടത് ദളവയായി ഇദ്ദേഹം ചാർജ് എടുത്ത് 1-2 വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ ക്രമസമാധാനം പൂർണ്ണമായും ശരിയാക്കപ്പെട്ടു. കൊലപാതകങ്ങളും പിടിച്ചുപറിയും വഞ്ചനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ ഇല്ലാതെയായി. ഈ തരത്തിൽ ശുദ്ധമായ ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭരണത്തെ കാര്യക്ഷമമാക്കാൻ സാധിച്ചു. അധികാരം ഏറ്റെടുത്ത് 2ാമത്തെ വർഷം അദ്ദേഹം ഒരു കാര്യം ചെയ്തു. കരം പിരിക്കുക എന്നുള്ളതാണ് അന്നും ഇന്നുമെല്ലാം സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അതാണ്. അന്നൊക്കെ കേട്ടെഴുത്ത് എന്ന പേരിലായിരുന്നു കരം പിരിക്കൽ നടന്നിരുന്നത്. കേട്ടെഴുത്തെന്ന് വെച്ചാൽ ഒരു ജന്മിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എത്ര ഏക്കർ പുരയിടമുണ്ട്, കൃഷിഭൂമിയുണ്ട്, എത്ര ഏക്കർ വയലുണ്ട്, എത്ര ഏക്കർ പറമ്പുണ്ട് എന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ പറയും എനിക്ക് 2 ഏക്കർ തെങ്ങും തോപ്പുണ്ട്, 10 ഏക്കർ നെൽവയലുണ്ട്. ശരി, 2 ഏക്കർ തെങ്ങും തോപ്പിന് ഇത്ര നിങ്ങൾ കരമടയ്ക്കണം, 10 ഏക്കർ നെൽവയലിന് ഇത്ര നിങ്ങൾ കരമടയ്ക്കണം എന്ന് എഴുതി കൊടുക്കും. കേട്ടത് എഴുതി കൊടുക്കലാണ്. അളന്നു നോക്കാനൊന്നും സർവേ ഡിപ്പാർട്ട്മെന്റ് ഒന്നും കാര്യക്ഷമമായി അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നികുതി പിരിവിന്റെ സംവിധാനത്തിൽ അന്ന് പറഞ്ഞിരുന്ന പേര് കേട്ടെഴുത്തെന്നാണ്. അപ്പോൾ ഈ ജന്മിമാരും മുതലാളിമാരൊക്കെ മഹാബിരുദന്മാരായിരുന്നതുകൊണ്ട് 100 ഏക്കർ ഉണ്ടായിരുന്ന ആളുകൾ 1.25 ഏക്കർ ഉണ്ടെന്നാണ് പറയുക. കരം പിരിക്കാൻ പോകുന്ന ആൾ അത് കേട്ടിട്ട് 1.25 ഏക്കറിനുള്ള കരവും കൊടുക്കാൻ റെസിറ്റ് കൊടുത്തിട്ട് തിരിച്ചു പോരും. അപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥയെ നന്നായി മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ കണ്ടെഴുത്ത് എന്നൊരു സംവിധാനം അവിടെ നടപ്പാക്കി. കണ്ടെഴുത്ത് എന്ന് വെച്ചാൽ റീസർവേ നടത്താൻ ഓർഡർ ഇട്ടു. ശരി, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് 1.25 ഏക്കർ മാത്രമേ ഉള്ളൂ, ഞാനൊന്ന് അളന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ എല്ലാ പറമ്പുകളും പുരയിടങ്ങളും വയലുകളും എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി. അപ്പൊ പല ആളുകളുടെയും കൃഷിഭൂമിയുടെ അളവ് 10 ഇരട്ടിയും 100 ഇരട്ടിയുമായി. അത് കണ്ടിട്ട് അതിന് കരമൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ കേട്ടെഴുത്ത് കണ്ടെഴുത്തായി 1802 മാറുന്നതോടുകൂടി രാജ്യത്തിന്റെ വരുമാനം 100 കണക്കിന് മടങ്ങായി വർദ്ധിക്കുകയായിരുന്നു. അപ്പോൾ എക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ എങ്ങനെയൊക്കെയാണ് രാജ്യത്തിന്റെ ട്രഷറി ശരിയാക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ എല്ലാം പരിണതഫലമായി 1803 അദ്ദേഹം ഒരു ചട്ടവരിയോല എന്ന് വെച്ചാൽ ഒരു റവന്യൂ കോഡ് ഉണ്ടാക്കി. ആ കോഡാണ് ദീർഘകാലം തിരുവിതാംകൂറിന്റെ അവസാന കാലം വരെ, രാജഭരണത്തിന്റെ അവസാന കാലം വരെ നിലനിന്നിരുന്നത്. ഒരു വ്യാപകമായ ദൃഷ്ടികോൺ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ എന്ന രാജ്യം എത്രമാത്രം വലുതാകണം, എത്രമാത്രം വിപുലമാകണം, ഏതൊക്കെ മേഖലയിൽ വികസിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ആലപ്പുഴയും കൊല്ലവും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ കാണുന്ന രാജപാതകൾ, നാഷണൽ ഹൈവേസുകളൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നൂറ്റാണ്ടിന് മുമ്പുള്ള നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ബോട്ട് മാർഗമായിരുന്നു, ജലമാർഗമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു കൊല്ലത്തേത്. ജലമാർഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായി, ഒരു വലിയ ബിസിനസ് കേന്ദ്രമായി കൊല്ലത്തെ അദ്ദേഹം മാറ്റി. ഈ നിലയ്ക്ക് അധികാരമേറ്റ് ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ തിരുവിതാംകൂർ എന്ന രാജ്യത്തെ സ്വാഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ പാകത്തിന് വളർത്തിക്കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് അശ്വിനിപാതം പോലെ ചില സംഭവങ്ങൾ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അതും കൂടി നാം മനസ്സിലാക്കുമ്പോഴാണ് വേലുത്തമ്പി ദളവ നടത്തിയ പരാക്രമങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇംഗ്ലീഷുകാരുടെ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൽ പലയിടങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1805 വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി, അന്നത്തെ മഹാരാജാവുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു. ആ കരാർ അനുസരിച്ച് രാജാവ് തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ ശക്തനായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ബാലരാമവർമ്മ, അദ്ദേഹത്തിന്റെ ഭരണകാലം തിരുവിതാംകൂറിന് ഒരുപാട് ദുരിതങ്ങൾ കിട്ടിയ കാലമായിരുന്നു. ഭരണകർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ദുർബലനായിരുന്നു. രാജഭരണമായതുകൊണ്ട് രാജാവ് ദുർബലനായാൽ രാജ്യം ക്ഷയിക്കും. കാരണം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത കാലഘട്ടമാണ്, ജനാധിപത്യമായിരുന്നില്ല. അതുകൊണ്ട് വെല്ലസ്ലിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ വെറുതെ പട്ടാളത്തെ വെച്ച് അതിനെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്? ലക്ഷക്കണക്കിന് രൂപ അതിനെന്തിനാണ് ചെലവിടുന്നത്? ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നല്ല പട്ടാളമുണ്ട്, അവരുടെ കയ്യിൽ പീരങ്കിയുണ്ട്, അവരുടെ സഹായം നാം നേടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല എന്ന് ചിന്തിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സുരക്ഷ, ആഭ്യന്തര സുരക്ഷയും ബാഹ്യ സുരക്ഷയും അത് ഇംഗ്ലീഷ് കമ്പനിക്ക് കൊടുത്തുകൊണ്ടൊരു കരാറിൽ ഒപ്പിട്ടു. ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാമെന്നവര് വാക്കുകൊടുത്തു. രാജാവിന് സന്തോഷമായി. പക്ഷെ അവരതിന് പകരമായി കപ്പം ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപയാണ്. ഇന്നൊരു പക്ഷേ 10 ലക്ഷം എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു തുകയായി ഒരു രാജ്യത്തിന്റെ സന്ദർഭത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. 10 കോടി പോലും ഒരു വലിയ തുകയാണെന്ന് ഇന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ 2 നൂറ്റാണ്ട് മുമ്പാണ് ഈ സംഭവം നാം ഓർക്കണം. 2 നൂറ്റാണ്ട് മുമ്പ് വർഷം തോറും 10 ലക്ഷം രൂപ തിരുവിതാംകൂറിന്റെ ഖജനാവിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പോകണമെന്ന് പറയുമ്പോൾ രാജ്യം പാപ്പരായി പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ. അതുകൊണ്ട് തിരുവിതാംകൂർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിമ രാഷ്ട്രമായി മാറി. ഈ അടിമത്തത്തിൽ നിന്നും തിരുവിതാംകൂറിനെ രക്ഷിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് പിന്നീട് വേലുത്തമ്പി ദളവ നടത്തുന്നത്. അന്നത്തെ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം കത്തിടപാടുകൾ നടത്തി. റെസിഡന്റിനെ അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 10 ലക്ഷം എന്നുള്ള കപ്പം നിങ്ങൾ കുറച്ചു തരണം, ഞങ്ങൾക്ക് അത്രയും വലിയ റവന്യൂ ഇല്ല. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം കുരുമുളക് കച്ചവടമായിരുന്നു.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചരക്കു കപ്പലുകളിൽ കുരുമുളക് കയറ്റി കൊണ്ടുപോകുമായിരുന്നു. കറുത്ത പൊന്നെന്നായിരുന്നല്ലോ അതിന്റെ പഴയ പേര്. യൂറോപ്പിലെയും അമേരിക്കയിലെയും എല്ലാ മാർക്കറ്റുകളിൽ വളരെ പ്രിയമുണ്ടായിരുന്ന വസ്തുവായിരുന്നു. അത് വിറ്റിട്ടായിരുന്നു നമുക്ക് വരുമാനം ഉണ്ടായിരുന്നത്. ക്രമേണ പുതിയ പുതിയ നടപടിക്രമങ്ങളിൽ കൂടി ഈ കുരുമുളകിന്റെ മൊത്ത വ്യാപാരം, കുത്തക വ്യാപാരം എല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തു. അതോടുകൂടി രാജ്യം തീർത്തും പാപ്പരായിപ്പോയി. ഇതിനെതിരെ ഇംഗ്ലീഷുകാരെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോ കളിയാക്കലും അധിക്ഷേപിക്കലുമാണ് മറുപടിയായി വന്നത്. അത് ഏതൊരു ദേശസ്നേഹിക്കും, ഏതൊരു പൗരുഷമുള്ളവനും, ഏതൊരു ആത്മാഭിമാനിക്കും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അപ്പോൾ ബോധ്യം വന്നു. അപ്പോൾ ഈ നാട്ടിലെ പൗരുഷം ഉണർന്നു. അദ്ദേഹവും കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയെപ്പോലെ ഒരു ദേശസ്നേഹിയായിരുന്നു. രണ്ടുപേരും പരസ്പരം കാണുകയും ചർച്ച ചെയ്യുകയും കത്തിടപാടുകൾ നടത്തുകയും പരസ്പരം ദൂതന്മാരെ അയക്കുകയും ചെയ്തിരുന്നു. അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് സൈന്യത്തെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാതെ നമുക്ക് മാർഗമില്ല. തിരുവിതാംകൂറിലെ നായർ, ഈഴവ സമുദായങ്ങളിലെ ചെറുപ്പക്കാരെ പ്രശിക്ഷണം കൊടുക്കുവാനും ആയുധമണിയിക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് സംഖ്യയിലുള്ള വളരെ വലിയൊരു പട്ടാളത്തെ തയ്യാറാക്കി. ഇംഗ്ലീഷുകാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ വേണ്ടി വന്നാൽ ലഹള നടത്തുവാൻ തീരുമാനിച്ചു. തിരുവിതാംകൂർ അതിന് തയ്യാറായിരുന്നു, കൊച്ചി അതിന് തയ്യാറായിരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട്ടെ സാമൂതിരിയെ കൊണ്ട് സമ്മതിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തി. ആ പരിശ്രമം വളരെ വലിയ അപകടകരമായ ഒരു കെണിയായി പരിണമിക്കുകയുണ്ടായി. സാമൂതിരിക്ക് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കത്ത് വേലുത്തമ്പി ദളവ എഴുതി കൊടുത്തു. നമ്മൾ ഈ 3 രാജ്യങ്ങളും, കോഴിക്കോടും അതായത് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഇംഗ്ലീഷുകാരുടെ പിടിയിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. നമുക്ക് വളരെ നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. തിരുവിതാംകൂറിലെ ഞങ്ങളും കൊച്ചിക്കാരും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളും കൂടി ഞങ്ങളെ സഹായിച്ചാൽ നമുക്കൊരുമിച്ച് ഇവരെ കേരള മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ പല തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നും എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് എടുത്തത് എന്നും അതിൽ എഴുതിയിരുന്നു. സാമൂതിരി അത് വായിച്ചതിന് ശേഷം തന്റെ മന്ത്രിക്ക് അത് കൈമാറി. കോഴിക്കോട്ടെ സാമൂതിരിക്ക് തിരുവിതാംകൂറിനോടൊരു ദേഷ്യമുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കോഴിക്കോടിനെ തിരുവിതാംകൂറുകാർ പരാജയപ്പെടുത്തിയിരുന്നു. അതിന് പകവീട്ടാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തിരുവിതാംകൂർ ദിവാന്റെ കത്ത് വന്നത്. ആ കത്ത് സാമൂതിരിയുടെ മന്ത്രി മലബാറിലെ കളക്ടറായിട്ടുള്ള സായിപ്പിനെ കാണിച്ചു. രഹസ്യ സ്വഭാവമുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും ഉള്ള കത്ത് മലബാറിന്റെ കളക്ടറെ കാണിച്ചതോടുകൂടി അദ്ദേഹം അത് വായിക്കുകയും ഇവരെയെല്ലാം തടയുവാനുള്ള പദ്ധതികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്തു. വേലുത്തമ്പി ദളവയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്ന സാഹചര്യത്തിന്റെ തുടക്കം ഇവിടെയാണ്. ഒരുപക്ഷെ സാമൂതിരിക്ക് കത്ത് അയച്ചില്ലായിരുന്നുവെങ്കിൽ, ആ കത്ത് മലബാറിലെ കളക്ടറുടെ കൈവശം എത്തിയില്ലായിരുന്നുവെങ്കിൽ തിരുവിതാംകൂറിന്റെയും കേരളത്തിന്റെയും ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പക്ഷെ നമ്മുടെയും വേലുത്തമ്പിയുടെയും എല്ലാം ദൗർഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. രാജാവിന് കടമെടുക്കേണ്ടതായി വന്നു. ബോംബെയിൽ നിന്ന് പോലും കടമെടുക്കേണ്ടി വന്നു. കപ്പം അടച്ചേ പറ്റുള്ളൂ എന്നുള്ള നോട്ടീസുകൾ കൂടെ വന്നുകൊണ്ടിരുന്നു. തിരുവിതാംകൂറിന്റെ മഹാരാജാവ് തന്റെ കിരീടവും ആഭരണങ്ങളും പണയം വെച്ചു. ഒരു രാജ്യത്തിന്റെ മഹാരാജാവ് തന്റെ രാജ്യത്തിന്റെ കടം വീട്ടാൻ വേണ്ടി രാജചിഹ്നമായ കിരീടം പണയം വെക്കേണ്ടി വരുന്നു. കിരീടവും ആഭരണങ്ങളും പണയം വെച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്തു. എന്നിട്ടും ബ്രിട്ടീഷുകാർ അടങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ 1808 ഡിസംബർ മാസം 28 കൊച്ചിയിൽ ഒരു ലഹള നടന്നു. കൊച്ചിയിലെ ലഹള വിജയിച്ചു. പലരും കൊല്ലപ്പെട്ടു. കൊച്ചിയിലെ ജയിലുകൾ തുറന്നു. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാർ ആക്രമണം നടത്തിയിട്ട് ബന്ദികളാക്കി വെച്ചിരുന്ന നാട്ടുകാരെ എല്ലാവരെയും മോചിപ്പിച്ചു.
അതേപോലെ ഒന്ന് കൊല്ലത്ത് നടന്നു. കൊല്ലത്തേക്ക് 20,000-നും 30,000-നും ഇടയിൽ വരുന്ന വലിയൊരു സൈന്യവുമായി വേലുത്തമ്പി മുന്നേറ്റം നടത്തി. തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റത്തുനിന്ന് അദ്ദേഹത്തെ സഹായിക്കുവാൻ പോഷക സൈന്യം ഇങ്ങോട്ട് വന്നു. രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അറ്റാക്കിൽ കൊല്ലം കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഇംഗ്ലീഷ് പട തകർന്നു പോകുമെന്ന് കരുതി. പക്ഷേ തന്റെ കത്ത് ചോർന്ന വിവരം വേലുത്തമ്പി ദളവയ്ക്ക് അറിയില്ലായിരുന്നു. ഇതിനപ്പുറത്തെ ആസൂത്രണം ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു. അതുകൊണ്ട് മലബാറിൽ നിന്നും ഇംഗ്ലീഷ് പടയുടെ വലിയൊരു ഗ്രൂപ്പ് മലബാറിൽ നിന്നും തിരുവിതാംകൂറിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു. കടലിലും അവരെത്തിയിരുന്നു. ആ യുദ്ധം അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ആ ചുറ്റുപാടിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ കുണ്ടറ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം അദ്ദേഹം നടത്തിയത് എന്റെ നേതൃത്വത്തിൽ ഞാൻ നടത്താൻ പോകുന്ന ഈ ലഹള എന്തിനാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും എന്നെപ്പോലെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമല്ല. ഇത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെയും നാടിന്റെ അഖണ്ഡതയുടെയും നമ്മുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകതയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തിയത്. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ക്ഷണപത്രത്തിൽ കുണ്ടറ വിളംബരത്തിന്റെ ചില ഭാഗങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, പ്രസക്തമായ ചില ഭാഗങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നു, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അവർ തച്ചു തകർക്കുന്നു. ഈ ബ്രിട്ടീഷ് പട ക്ഷേത്രങ്ങൾ തകർക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ വളരെ കൂടുതൽ എണ്ണത്തിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. തദ്ദേശീയരായ ഈ നാട്ടുകാരെയെല്ലാം വൈദേശിക മതത്തിലേക്ക് മതം മാറ്റുന്നു. നമ്മുടെ നാട്ടിലെ കുലസ്ത്രീകളെ മറ്റുള്ളവരുമായി വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നു. സങ്കരമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. ഈ നാട്ടിലെ മൂല്യങ്ങളെ തകർക്കുന്നു. ഈ നാട്ടിന്റെ മണ്ണും പൊന്നും പണവുമെല്ലാം ഇവർ കൊണ്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വരുമാനമായ കുരുമുളക് മൊത്തമായി ഇവർ കൊണ്ടുപോകുന്നു. നമ്മുടെ രാജാവ് നമ്മുടെ മുഴുവൻ പണവും അവരുടെ കാൽക്കൽ അടിയറ വെക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. കിരീടം പോലും ശിരസിൽ വെക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു. കടല് കടന്നു വന്ന ഏതാനും കുറെ ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ മണ്ണിന്റെ ഉടമകളായ നമ്മളെ അടിമകളാക്കി കണ്ടുകൊണ്ട് ഭരിക്കുന്നു. ഈ നാടിന്റെ പ്രജകളെ ചാട്ടമാറുകൊണ്ടടിക്കുന്നു. ഈ നാട്ടുകാരന്റെ കാത് അറുത്തുകളയുന്നു. നിഷ്കരുണമായി തൂക്കിക്കൊല്ലുന്നു. ഇത് ചെയ്യുവാൻ ഇവർക്ക് എന്താണ് അധികാരമുള്ളത്? ഇവർ വിദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്നവരാണ്. ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ ഇവർക്ക് അധികാരവുമില്ല. അതുകൊണ്ട് ഈ മണ്ണിന്റെ മക്കളായ നാം എല്ലാവരും ഉണർന്നെണീക്കണമെന്നും ഈ ലഹളയിൽ നിങ്ങളെല്ലാവരും എനിക്കൊപ്പം ഉണ്ടാകണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം കേൾക്കേണ്ട കാതുകളിൽ തന്നെ ചെന്നടിച്ചു. ആയിരക്കണക്കിന് യുവാക്കന്മാർ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് അന്നത്തെ ആയുധങ്ങളായ അമ്പും വില്ലും വാളും കുന്തവും ശൂലവും എടുത്തുകൊണ്ട് നാടിന്റെ സ്വാഭിമാനത്തിന് വേണ്ടി വൈദേശിക പടയാളികൾക്കെതിരെ പോരാടുവാൻ രംഗത്തു വന്നു. അങ്ങനെയാണ് 20,000-നും 30,000-നും ഇടയിലെന്ന് ചരിത്രകാരന്മാർ പറയുന്ന അത്ര വലിയ സംഖ്യയിൽ ആളുകൾ കൊല്ലത്തേക്ക് 8 പീരങ്കികളുടെ അകമ്പടിയോടുകൂടി കടന്നു ചെന്നത്. കരുതിയത് ഈ യുദ്ധത്തിൽ ജയിച്ചു മടങ്ങി വരാമെന്നാണ്. ആത്മാഭിമാനത്തോടെ മുഴുവൻ ഭാരതത്തിലെയും നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാർക്ക് ഒരു വലിയ മാതൃക കാണിച്ചു കൊടുക്കാമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പോയത്. പക്ഷേ തന്റെ കത്ത് നേരത്തെ ചോർന്നു പോയതിന്റെ ദുരന്ത ഫലം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. നാനാഭാഗങ്ങളിൽ നിന്നും വളഞ്ഞിട്ടുകൊണ്ട് ബ്രിട്ടീഷ് സേന തിരുവിതാംകൂർ സേനയെ ആക്രമിച്ചപ്പോ പിൻവാങ്ങുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. ഉദയഗിരി കോട്ടയിൽ അഭയം തേടേണ്ടി വന്നു. ഒടുവിൽ ഉദയഗിരി കോട്ടയും അവർ പിടിച്ചെടുത്തപ്പോഴേക്കും 10,000-കണക്കിന് നമ്മുടെ സൈനികന്മാർ വീരബലിദാനികളായി തീർന്നിരുന്നു. അത് ഈ നാടിന്റെ ചരിത്രമാണ്. ആ സമയത്ത് വേലുത്തമ്പി ദളവയ്ക്ക് മനസ്സിലായി ജയം സാധ്യമല്ല, പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.
ഇനി മുമ്പിലുള്ളത് മരണം മാത്രമാണ്. മരിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ നാട് വിട്ടു മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി ആരോരും അറിയാതെ ജീവിക്കുക. ഈ മൂന്നിലൊന്ന് വേണം ചെയ്യുവാൻ. പക്ഷെ അദ്ദേഹം ഇതിലൊന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ സ്വയം മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് മഹാരാജാവിനെ മുഖം കാണിച്ചു. മഹാരാജാവിനോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു, ഞാൻ നാട് വിട്ടു പോവുകയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ അങ്ങയെ വിടില്ല. അങ്ങയെ ആക്രമിക്കും. ഈ യുദ്ധത്തിന്റെ പിന്നിൽ കുറഞ്ഞ പക്ഷം അങ്ങയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നവർ പറയും. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങയും ഈ രാഷ്ട്രവും രക്ഷപ്പെടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചതിയനായിരുന്നുവെന്നും ഞാൻ രാഷ്ട്രദ്രോഹിയായിരുന്നുവെന്നും അങ്ങയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ വേലുത്തമ്പി ദളവ പ്രവർത്തിച്ചത് എന്നും അങ്ങ് പ്രഖ്യാപിച്ചുകൊള്ളൂ. അതെനിക്ക് വ്യക്തിപരമായി ദോഷമുണ്ടാക്കുന്നതാണ്. പക്ഷെ അങ്ങയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കും, രാഷ്ട്രം നശിക്കാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ പുറത്താക്കൂ, പുതിയൊരു ദളവയെ നിയമിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നാടുവിട്ടു. കിളിമാനൂർ കൊട്ടാരത്തിലെത്തി. എപ്പോഴും കയ്യിൽ വെച്ചിരുന്ന സ്വർണം പൂശിയ വാള് ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് പോയി. അതിപ്പോൾ ഇംഗ്ലണ്ടിന്റെ മ്യൂസിയത്തിലുണ്ട്. അദ്ദേഹം വടക്കോട്ട് കടക്കുകയായിരുന്നു. എങ്ങോട്ട് പോകാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത് എന്നറിയില്ല. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മണ്ണടിയുടെ പരിസരത്ത് എത്തിയപ്പോഴേക്കും ഇംഗ്ലീഷ് സേനയും പുതിയ ദിവാൻ ഉത്തരവിട്ടു. പുതിയ ദിവാന്റെ ഉത്തരവ് 50,000 രൂപ തരാം ഈ വേലുത്തമ്പി ദളവയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നാൽ എന്നാണ് അന്നത്തെ 50,000 രൂപ. നാടൻ പട്ടാളം മുന്നോട്ട് വന്നു. ബ്രിട്ടീഷുകാരും ഒരുമിച്ച് പ്രവർത്തിച്ചു. മണ്ണടിയിൽ എത്തിയപ്പോഴേക്കും വളയപ്പെട്ടു. അനുജൻ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി മണ്ണടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു. അവിടെ വച്ച് ശത്രുവിന്റെ മുമ്പിൽ പെട്ട് നാണം കെട്ടു മരിക്കുന്നതിനേക്കാൾ നല്ലത് പുരുഷകേസരിയായ ഞാൻ, ഈ നാടിന്റെ ഉത്തമനായ പുത്രനായ ഞാൻ മരിക്കുന്നെങ്കിൽ അന്തസ്സോടുകൂടി മരിക്കും, ശത്രുവിന്റെ കുത്തു പുറത്തു കൊണ്ടിട്ട് അങ്ങനെ മരിക്കാൻ ഈ വേലുത്തമ്പിയെ കിട്ടില്ല എന്ന് ഭാരതത്തിലെ കോടാനുകോടി വീരന്മാരുടെ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പുറത്തു വെട്ടേറ്റു മരിക്കാനും വെടിയേറ്റു മരിക്കാനും തയ്യാറല്ലാത്ത ഭാരതമാതാവിന്റെ ഗർഭത്തിൽ പിറന്ന കോടാനുകോടി വീരന്മാരുടെ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്റെ കഠാര ഊരി നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി ചുട്ടുചോര പുറത്തേക്ക് പ്രവഹിക്കുമ്പോ കാളി മാതാവിന്റെ പാദങ്ങളിൽ തല നമസ്കരിച്ചുകൊണ്ട് അവിടെ വീണ് പെടഞ്ഞു മരിച്ച ഉത്തമനായ ദേശഭക്തൻ പുരുഷ കേസരി, അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ പലപ്പോഴും മാന്യമായി പെരുമാറാറുണ്ടായിരുന്നു. പക്ഷെ അവർ വേലുത്തമ്പിയോടുള്ള പക മൂത്തിട്ട് അദ്ദേഹത്തിന്റെ ശവശരീരത്തെ മാനിക്കാൻ തയ്യാറായില്ല. ആരാണെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ശവശരീരത്തെ ബഹുമാനിക്കും. അതൊരു നിയമം കൂടിയാണ്, പ്രത്യേകിച്ചും പട്ടാളത്തിന്റെ നിയമമാണ്. അത് ചിലർക്ക് ബാധകമല്ല. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനികൾ ഇപ്പോൾ ഒരു ഭാരതീയന്റെ കഴുത്ത് അറുത്തു കൊണ്ടുപോയത് കൊന്നതിന് ശേഷം. ചിലർക്ക് ഇതൊന്നും ബാധകമല്ല. അവർ വേലുത്തമ്പിയുടെ ശവശരീരം തൂക്കിക്കൊണ്ടുപോയി തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന സ്ഥലത്ത് കഴുമരത്തിൽ അങ്ങനെ തൂക്കിയിട്ടു. ദിവസങ്ങളോളം ജനങ്ങളെ കാണിക്കാൻ അദ്ദേഹത്തിന്റെ അനുജനെ തൂക്കിക്കൊന്നു. അദ്ദേഹത്തെ സഹായിച്ച നിരവധി ആളുകളെ തൂക്കിക്കൊന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കപ്പലിൽ കയറ്റി ആൻഡമാനിലേക്കും വിദൂര ദേശങ്ങളിലേക്കും അയച്ചു. പലരും യാത്രാമധ്യേ മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബ വീടും ബന്ധുക്കളുടെ വീടുകളുമെല്ലാം തച്ചു തകർത്തു, അഗ്നിക്കിരയാക്കി. അവിടെമെല്ലാം കുഴി തോണ്ടി വാഴ നട്ടു, ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഒരു വൈദേശിക ഭരണകൂടത്തിനെതിരെ പടപൊരുതിയ ഒരു ധീരദേശാഭിമാനിക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളുടെ ചെറിയൊരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഈ തരത്തിലുള്ളൊരു വീരനായ നമ്മുടെ ഒരു പൂർവികൻ ഈ മണ്ണിൽ ജനിച്ചിട്ടുണ്ട്. നാം അദ്ദേഹത്തെ ഓർക്കണം. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും
ഭാരതത്തിലേക്കുണ്ടായിട്ടുള്ള വൈദേശിക ആക്രമണങ്ങളെ കുറിച്ചുമൊക്കെ പറയുമ്പോ ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങൾക്ക് വാദോരാതെ പറയാൻ ഒരുപാടുണ്ട്. ആയിരക്കണക്കിന് നേതാക്കന്മാർ, രാജാക്കന്മാർ അവിടെ ജനിച്ചിട്ടുണ്ട്. വൈദേശിക ശക്തികളെ തടഞ്ഞു നിർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബിലും മറ്റും. ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വഴിയായിരുന്നല്ലോ അവർ കടന്നു വന്നത്. ഇന്നത്തെ നമ്മളുടെ രാജസ്ഥാനിലെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ ഏതു നിലക്കായിരുന്നു ജീവിതം ഹോമിച്ചത് എന്നുള്ള കഥകളൊക്കെ ചിത്തോട് ഘട്ടിലും മറ്റും പോകുമ്പോൾ നമുക്ക് രോമാഞ്ചദായകമായ കഥകൾ കേൾക്കാൻ സാധിക്കും, ചരിത്രം കേൾക്കാൻ സാധിക്കും. അത്തരം മലകളിൽ നമുക്ക് കോർക്കാൻ പറ്റിയ ചില പൂക്കളുണ്ട്. അതിലൊന്നാണ് വേലുത്തമ്പി ദളവയുടെ ജീവിതം. അതിലൊന്നാണ് പഴശ്ശി രാജാവിന്റെ ജീവിതം. അദ്ദേഹവും ശത്രുക്കളുടെ മുമ്പിൽ മരിക്കാൻ അവർക്ക് ബലിയാടാകാൻ തയ്യാറായില്ല. മരണം ഉറപ്പായപ്പോ, കണ്ണിന് മുമ്പിൽ മരണം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ വജ്രമോതിരം വിഴുങ്ങിക്കൊണ്ട് സ്വയം മരിക്കാനാണ് തീരുമാനിച്ചത്. ശത്രുവിനെതിരെ പടപൊരുതുവാൻ, വൈദേശിക ശക്തികൾക്കെതിരെ പടപൊരുതുവാൻ തീരുമാനിച്ച് ഞാൻ ഒരിക്കലും അവരുടെ കാലുപിടിക്കാൻ തയ്യാറാകില്ല. ഇതിനിടയിൽ പാലിയത്തച്ഛന് കാലുപിടിക്കേണ്ടതായി വന്നു. അദ്ദേഹം ദേശസ്നേഹിയായിരുന്നു. മരണം മുന്നിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാതെ പോയി. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ വേലുത്തമ്പിയെ പോലെയുള്ള ഒരുപാട് പുരുഷകേസരികളുണ്ട്. അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പോയ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. അവരുടെ പേരുകൾ നമുക്കറിയില്ല. പക്ഷെ അവരുടെ പ്രാണൻ പോയതും അവരുടെ ചോര ഈ മണ്ണിൽ വീണതും ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. നാം മറക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള ധീരദേശാഭിമാനികളുടെ കഥകൾ നാം മനസ്സിലാക്കണം. അത് കഥകളല്ല, ഈ നാടിന്റെ ചരിത്രമാണ്. ഈ മണ്ണിന്റെ ഓരോ തരിയോടും, ഭാരതത്തിന്റെ ഓരോ തരി മണ്ണിനോടും ചോദിച്ചാൽ അത് പറയും കഥകൾ. ഈ ഭാരതത്തിലെ ഓരോ പുൽക്കൊടിയോടും ചോദിച്ചാൽ അത് പറയും കഥകൾ. ഈ നാട്ടിൽ ഒഴുകുന്ന നദികൾക്കെല്ലാം ആ പഴയ കഥകൾ അറിയാം. ഈ നാട്ടിലെ വമ്പൻ മാമലകൾക്കെല്ലാം ആ കഥകൾ അറിയാം. അവരത് കണ്ടുകൊണ്ടിരുന്നവരാണ് എത്രയോ കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി. പ്രാണൻ കൊടുത്തും നാടിനെ രക്ഷിക്കാൻ വേണ്ടി, സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടി, മൂല്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഉത്തമന്മാരായ പുത്രന്മാരുടെ മാത്രമല്ല പുത്രിമാരുടെയും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ചിത്തോട് ഘട്ട് എന്ന ഒരു കോട്ടയെക്കുറിച്ച്. രാജസ്ഥാനിൽ ചിത്തോട് ഘട്ട് എന്നൊരു സ്ഥലമുണ്ട്. ചിത്തോട് എന്ന പേരിൽ പ്രസിദ്ധമായൊരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ നാം പോകണം. ഞാൻ പലവരും ആ കോട്ടയിൽ പോയിട്ടുണ്ട്. ഏതൊരു ദേശഭക്തനും ഹൃദയം വിതുമ്പിക്കൊണ്ടല്ലാതെ അതിലെ പല കാഴ്ചകളും പലയിടങ്ങളിലും പോയി നിൽക്കാൻ സാധ്യമല്ല. അവിടെ കോട്ടയ്ക്കുള്ളിൽ വിശാലമായ ഒരു മൈതാനമുണ്ട്. ഏതാണ്ട് ഇതിനേക്കാൾ വിശാലമാണത്. അത് പണ്ട് വളരെ വലുതായിരുന്നു. എന്നോടൊപ്പം വന്ന ഗൈഡ് എന്നോട് പറഞ്ഞു, ഇവിടെ ജൗഹർ നടന്നിട്ടുണ്ട്. ഇവിടെ 32,000 അമ്മമാരാണ് ജൗഹർ നടത്തിയത്. എന്താണ് ജൗഹർ എന്ന് വെച്ചാൽ, വിദേശികൾ പുറത്താക്രമണത്തിന് വരുമ്പോ അവരെ ചെറുക്കുവാൻ വേണ്ടി നമ്മുടെ പട്ടാളം പുരുഷന്മാർ പോകും. അവർ പടപൊരുതും, വിജയിച്ചു വരും. ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ ശിരസറ്റു വീഴുന്നത് വരെ അവർ പടപൊരുതിക്കൊണ്ടിരിക്കും. കാവിവസ്ത്രം ധരിച്ചുകൊണ്ട്, കേസരിയ എന്ന് പറയും, കേസരിയ ധരിച്ചുകൊണ്ട് കബന്ധമായി മുറിഞ്ഞു വീഴാൻ വേണ്ടി യുദ്ധം ചെയ്യും. കാരണം ശത്രുക്കളെ തടയാൻ വേണ്ടി മാത്രമാണ്. കുറെ സമയത്തേക്കെങ്കിലും വിജയിക്കില്ല എന്നുറപ്പാണ്. കാരണം ശത്രുക്കൾ കടന്നുള്ളിലേക്ക് വന്നാൽ അകത്തു താമസിക്കുന്ന അമ്മമാരെയാണ് ആദ്യം പിടിക്കുക. അവർക്ക് നേരെ ബലാത്കാരം ഇവര് ചെയ്യും. അവരെ പിടിച്ചുകൊണ്ടുപോകും. അമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, മക്കളെ എല്ലാം ഈ രാക്ഷസന്മാർ വന്ന് ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പുരുഷന്മാർ അവസാന ശ്വാസം വരെ പടപൊരുതിക്കൊണ്ടിരിക്കും. അകത്തുള്ള സ്ത്രീകൾ എന്താണ് ചെയ്യുക? ഈ 32,000 സ്ത്രീകൾ എല്ലാവരും ഭർത്താവോ മകനോ സഹോദരനോ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അവർ വിജയശ്രീലാളിതരായി തിരിച്ചു വന്നാൽ അവരുടെ കഴുത്തിൽ ചാർത്താൻ ഒരു ചുമന്ന മാല കരുതി വെച്ചിട്ടുണ്ട്. അവരുടെ നെറ്റിയിൽ ചാർത്താൻ കുങ്കുമം കരുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ആരതി ഒഴിയുവാൻ നെയ്വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമായിട്ടാണ് അമ്മമാര് വന്നിട്ടുള്ളത്.
ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ കരുതിയിട്ടുണ്ട്. ധാരാളം വിറകുകൾ കരുതിയിട്ടുണ്ട്, ധാരാളം നെയ്യും മണ്ണെണ്ണയും കരുതിയിട്ടുണ്ട്. ഇതെന്തിനാണ്? യുദ്ധം വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. വിജയിച്ചു വന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട പുരുഷന്മാരുടെ കഴുത്തിൽ ഈ മാല ചാർത്തും, അവരുടെ നെറ്റിയിൽ കുങ്കുമം തിലകമണിയിക്കും, ഈ നെയ്ത്തിരി കത്തിച്ച് അവരുടെ മുമ്പിൽ ആരതി ഒഴിയും. വീരകേസരികളാണ്, വിജയിച്ചു വന്നവരാണ്, ശത്രുക്കളെ നശിപ്പിച്ചവരാണ്. അതിനുവേണ്ടി അമ്മമാർ തയ്യാറായി നിന്നു. പക്ഷേ അവർ പരാജയപ്പെട്ടാലോ? അവർക്ക് കിട്ടിയ സൂചന ഇതാണ്: നമ്മുടെ സൈന്യം പരാജയപ്പെട്ടു, ശത്രുക്കൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ അമ്മമാർ എന്താണ് ചെയ്തത്? ഉടൻ തന്നെ അവർ കരുതി വെച്ചിരുന്ന വിറക് നിലത്തു വിരിച്ചു, മാല സ്വയം കഴുത്തിലണിഞ്ഞു, നെയ്വിളക്കുകൾ അവർ വിറകിന്റെ മുകളിലേക്ക് മറിച്ചു. അത്രയും നെയ് വിറകിന്റെ മുകളിലേക്ക് വീഴട്ടെ. അവരെല്ലാവരും വിറകിന്റെ മുകളിൽ കയറിയിരുന്നു, തൊഴുകൈകളോടുകൂടി നെയ്യുമെല്ലാം ശരീരത്തിലും വിറകിലുമെല്ലാം ഒഴിച്ചു. അതിനുശേഷം അമ്മ മഹാറാണി അടക്കം 32,000 പേർ, അതിലൊരാൾ അതിന് അഗ്നി കൊളുത്തി. ആളിക്കത്തുന്നു, ആകാശത്തോളം ഉയരത്തിലെത്തിയ അതിനുള്ളിൽ വെന്തുരുകി ഭസ്മമായി തീരുന്നു അമ്മമാർ, ചെറുപ്പക്കാരികളും വൃദ്ധരും പെൺകുലത്തിൽ ജനിച്ച കൈക്കുഞ്ഞുങ്ങളടക്കം എല്ലാം കത്തി അമരുന്നു. എന്താണ് കാരണം? മാനം കാക്കാൻ, സംസ്കാരം കാക്കാൻ, മ്ലേച്ഛന്റെ കൈകൊണ്ട് എന്റെ ശരീരം അപവിത്രമാകാതിരിക്കാൻ. അതിനുവേണ്ടി അഗ്നിക്കിരയാകുന്ന കാഴ്ച 1-2 തവണയല്ല. അടുത്തൊരു മൈതാനം കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ 23,000 പേരാണ് മരിച്ചത്. ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ആ ചിത്തോട് കോട്ടയ്ക്കകത്ത് മാത്രം എത്രായിരം അമ്മമാരുടെ പ്രാണനാണ് പൊലിഞ്ഞത് ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ സംസ്കാരത്തിന് വേണ്ടി, ഇതിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും. ഉദയപൂർ എന്നൊരു സ്ഥലമുണ്ട് രാജസ്ഥാനിൽ, അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകത്തിന്റെ പേരാണ് ഹാഡി റാണി സ്മാരകം. എന്താ ഹാഡി റാണി സ്മാരകം എന്ന് വെച്ചാൽ, അവിടുത്തെ യുവരാജാവ് അദ്ദേഹം വിവാഹം ചെയ്തു. വളരെ സുന്ദരിയായ ഒരു രാജകുമാരിയെയാണ് വിവാഹം ചെയ്തത്. 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം വന്നു. യുദ്ധം വന്നപ്പോൾ രാജാവിന്റെ ചുമതലയാണ് രാജ്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രണഭൂമിയിലേക്ക് പോവുക എന്നുള്ളത്. മുഖാമുഖം ഇന്നത്തെ പോലുള്ള യുദ്ധമല്ലല്ലോ. 2 സൈന്യവും അപ്പുറവും അപ്പുറവും നോക്കി നിൽക്കും, എന്നിട്ട് വെട്ടിക്കൊല്ലുക തന്നെ. നേതൃത്വം കൊടുക്കേണ്ടത് രാജാവാണ്. മരിക്കുമോ ജീവിക്കുമോ, ഇറങ്ങി പുറപ്പെട്ടതുപോലെ തിരിച്ചു ചെല്ലാൻ പറ്റുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ പോകുമ്പോൾ ഭാര്യ ഓർമ്മ വന്നു. ഇത്ര സുന്ദരിയായ ഒരു തരുണി വീട്ടിൽ നിൽക്കുന്നു, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. രാജാവിന് മുന്നേറാൻ പറ്റുന്നില്ല. കൂടെ കൂടെ ദൂതനെ അയച്ച് പല വിവരങ്ങളും പറഞ്ഞയക്കും. വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു വരാൻ പറയും. പല പ്രാവശ്യം ദൂതൻ വന്നു പോയപ്പോൾ റാണിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിന്റെ മനസ്സിവിടെയാണ്. ഇവിടെ മനസ്സ് വെച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ നിന്നാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സർവവും മറന്നിട്ട് രണഭൂമിയിൽ നിൽക്കണം, കാലനെ പോലെ അവിടെ നിൽക്കണം. അപ്പോഴേ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. മനസ്സിവിടെയും ഉടൽ അവിടെയുമാണ്. എന്ത് ചെയ്യും? അടുത്തൊരു പ്രാവശ്യം മറ്റൊരു ദൂതൻ വന്നു, എന്തോ വിശേഷം അറിയിക്കാൻ. അപ്പൊ രാജ്ഞി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കെ, ഞാൻ രാജാവിന് കൊടുക്കാൻ ഒരു സാധനം തന്നുവിടാം, അത് കൊണ്ടു കൊടുക്കൂ. ശരി. അകത്തുപോയി. രാജ്ഞി തിരിച്ചു വന്നില്ല, തോഴി തിരിച്ചു വന്നു. ഒരു തട്ടം, ഒരു താലത്തിൽ പൊതിഞ്ഞു വച്ച ഒരു സാധനം, സാമാന്യം വലിപ്പമുള്ളതാണ്. അത് കൊടുത്തിട്ട് പറഞ്ഞു, തുറന്നു നോക്കരുത്, കൊണ്ടു കൊടുക്കൂ രാജാവിന്റെ കയ്യിൽ. അതുമായി ദൂതൻ തിരിച്ചുപോയി രാജാവിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ്? രാജ്ഞി തന്നുവിട്ടതാണ്, തുറന്നു നോക്കരുതെന്ന് തന്ന തോഴി പറഞ്ഞു എന്ന് പറഞ്ഞു. തുറന്നു നോക്കി സന്തോഷത്തോടുകൂടി. അപ്പോൾ കണ്ടത് തന്റെ പ്രിയ പത്നിയുടെ ശിരസ്സാണ്. അവരകത്തു പോയിട്ട് വാലുകൊണ്ട് സ്വയം തലവെട്ടി തോഴിയോട് പറഞ്ഞു, നീ ഇത് മുറിഞ്ഞു കെട്ടി കൊടുത്തയക്കൂ.
രാജാവിന്റെ ജോലി രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. ഭാര്യയെ ഓർത്തുകൊണ്ട് രണഭൂമിയിൽ നിന്നാൽ നാടിന്റെ ഗതി എന്താവും? ഞാനാണ് ഈ നാട് പരാജയപ്പെടാൻ കാരണം. അതുണ്ടാകരുത്. എന്റെ ഭർത്താവ് ജയിച്ചു വരണം, അദ്ദേഹത്തിന് നാളെയും വിവാഹം കഴിക്കാം, സുന്ദരിമാർക്ക് ഈ നാട്ടിൽ യാതൊരു കുറവുമില്ല എന്ന് പറഞ്ഞ് തന്റെ തലയറുത്തു കൊടുത്ത ഹാഡി റാണി, അവരുടെ സ്മാരകം അവിടെയുണ്ട്. സ്ത്രീകളും സമർപ്പണത്തിൽ പിന്നിലായിരുന്നില്ല. കോടാനുകോടി ആളുകളുടെ ബലിദാനമുണ്ട്. ത്യാഗികളുടെ നാടാണിത്. ഈ ബലിദാനങ്ങളുടെ ബലത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുവാൻ, ഈ സംസ്കാരത്തിന്റെ പ്രജകളാണ്, സന്താനങ്ങളാണെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയുന്നത് ആ ബലിദാനങ്ങളുടെ വിലയാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം എന്ത് കരുതി വെച്ചു? നാം സ്വയം ചിന്തിക്കണം. നമ്മളുടെ പൂർവികന്മാർ നമുക്ക് തന്നത് കനപ്പെട്ട വില കൊടുത്ത് നേടിയ മൂല്യങ്ങളാണ്. അതിന്റെ പേരിൽ നാം യാത്ര ചെയ്യുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം എന്ത് കൊടുക്കുന്നു? എല്ലാവരും ബലിദാനികളാകേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നാടിന്റെ സ്ഥിതി അതല്ല. പക്ഷെ നാടിനു വേണ്ടി സമയം സമർപ്പണം ചെയ്യണം, നാടിനു വേണ്ടി പ്രവർത്തിക്കണം, നാട്ടിലെ ദുഷ്ടതകളെ, ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യണം. ഭാരതത്തിനകത്തും പുറത്തും പ്രശ്നങ്ങളാണ്. പാകിസ്ഥാൻ അവസരം പാർത്തിരിക്കുന്നു ഭാരതത്തെ തകർക്കാൻ. ചൈന എന്ന രാക്ഷസൻ, ചുമന്ന രാക്ഷസൻ, വാക്കിന് ഒരു വിലയുമില്ലാത്തൊരു രാഷ്ട്രം, സ്വന്തം ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിറ്റ് നെഹ്റുവിനെ പറ്റിച്ച പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു, ഇന്ത്യ ചീന ഭായി ഭായി, നമ്മളെ ഇവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. സംഘത്തിന്റെ സർസംഘചാലകായിരുന്ന പൂതിനെ ഗുരുജി പറഞ്ഞു, ഏത് നിമിഷവും ഇവർ നമ്മളെ ആക്രമിക്കുമെന്ന്. അന്ന് നെഹ്റു പറഞ്ഞു, ഗുരുജി ഗോൾവൽക്കർ വാർമോങ്കറാണ്, യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞു. നിലച്ചിരിക്കാതെ ചൈന കയറി ആക്രമിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 10,000 സ്ക്വയർ കിലോമീറ്റർ ഭാരതത്തിന്റെ മണ്ണ് പിടിച്ചെടുത്തു. കുറെ അവർ സ്വയം വേണ്ട എന്ന് വെച്ചു, ബാക്കി ഇന്നും അവരുടെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വാക്കിന് വിലയില്ലാത്ത ചൈനക്കാരൻ വളരെ ശക്തരാണ്. ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം പ്രതിരോധത്തിന് വേണ്ടി അവർ നീക്കിവെച്ചപ്പോൾ ഭാരതം അത് വെട്ടിക്കുറച്ചു. അവർ മുഴുവൻ അതിർത്തിയിലും റോഡുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ വരെയെത്തി. നമ്മുടെ ഭാരതത്തിന്റെ മണ്ണ് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആ പ്രദേശത്തിന്റെ പേരാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, POK. അതിലെ തന്ത്രപ്രധാനമായ നെർവ് സെന്ററാണ് ഗിൽഗിത്ത്. ആ ഗിൽഗിത്തിലടക്കം ഓപ്പറേഷൻ നടത്തുവാൻ ചൈനയ്ക്ക് പാകിസ്ഥാൻ അധികാരം കൊടുത്തു. ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഒരു 10 ദിവസം മുമ്പ് പത്രങ്ങളിൽ ഞാൻ വായിച്ചതാണ്. അത് ചൈനയ്ക്ക് യുദ്ധക്കപ്പലുകൾ അടക്കം വരുവാനും പോകുവാനും അനുവാദം കൊടുത്തു. 4 ഭാഗത്തു നിന്നും ഭാരതത്തെ ചൈന വളയുന്നു. പാകിസ്ഥാൻ തുരങ്കങ്ങൾ അടക്കം ഉണ്ടാക്കി ഉള്ളിലിട്ട് കടക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി തുറന്നു കിടക്കുകയാണ്. പാകിസ്ഥാനികൾ അവിടേക്ക് എത്തിയിട്ട് അതിലെ നിർഭയമായി സുഖമായി കടന്നുവരുന്നു. അതിർത്തികൾ സുരക്ഷിതമല്ല. അപകടം പുറമെ കാണാനുണ്ട്. ഏത് നിമിഷവും രാഷ്ട്രം അപകടത്തിലേക്ക് മുതലക്കുപ്പുകുത്താം. പക്ഷേ ഭാരതത്തിനുള്ളിൽ മതഭീകരവാദവും മതപരിവർത്തനവും വളരെ ശക്തമായി നടക്കുന്നു. മതപരിവർത്തനത്തിന്റെ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നവരാണ് കേരളക്കാർ. ഇന്നും ഭൂരിപക്ഷമുണ്ടെങ്കിലും ഹിന്ദു സമാജത്തിന് കേരളത്തിലെ മന്ത്രിസഭയിൽ പോലും വേണ്ടത്ര പ്രാതിനിധ്യമില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം നോക്കുമ്പോ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. എങ്ങനെ ഇത് വന്നു? എന്തുകൊണ്ട് 5ാം മന്ത്രിക്ക് വേണ്ടി വിലപേശി കസേര ഉറപ്പിച്ചു? എന്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ വകുപ്പുകൾ കണക്ക് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചു? കേരളത്തിലെ മൊത്തം ഖജനാവിന്റെ 70% ഹിന്ദുവിന്റെ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത തരത്തിൽ മറ്റുള്ളവർ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു? എന്തുകൊണ്ട് ന്യൂനപക്ഷ പദവി പല സർവകലാശാലകൾക്കും കൊടുക്കുന്നു? അലിഗഡ് പോലെയുള്ളതിന് അതിന്റെ ബ്രാഞ്ചുകൾ എങ്ങനെ കേരളത്തിൽ ആരംഭിക്കുന്നു? അതും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. നിയമസഭയുടെ മറ്റൊരു ബെഞ്ച് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ വേണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു? 1947
എന്ന വിഭജന സമയത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഇതല്ലേ കാണിക്കുന്നത്? ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഹിന്ദുവിന്റെ മുമ്പിൽ കണക്കു പറഞ്ഞ് കാര്യങ്ങൾ നേടാനുള്ള ഒരു കൂട്ടം സംഘടിത മതങ്ങളുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് മുട്ടുവിറച്ചു പോയ അന്നത്തെ നേതൃത്വത്തിന് നമ്മുടെ നാടിനെ രണ്ടായി വെട്ടിമുറിച്ച് ഭാരതത്തിന്റെ 1/3 പാകിസ്ഥാൻ എന്ന പേരിട്ടിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ? ലക്ഷക്കണക്കിന് ആളുകളെയല്ലേ അന്നത്തെ രാത്രിയിൽ വെട്ടിയെരിഞ്ഞു കൊന്നത്? എത്ര അമ്മമാരെയാണെന്ന് ബലാത്കാരത്തിന് വിധേയമാക്കിയത്? ഭാരതത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ്സ് വാഗൺ നിറയെ തലയെറിഞ്ഞു തള്ളപ്പെട്ട ഹിന്ദുക്കളുടെ ശവശരീരങ്ങൾ ഇങ്ങോട്ട് കയറ്റി അയച്ചില്ലേ ഒന്നാമത്തെ സമ്മാനമായിട്ട്? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഹിന്ദു സമൂഹം അവനവനെ കുറിച്ച് ചിന്തിച്ചില്ല. മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി കാത്തിരുന്നു. അവർ സംഘടിതരായിരുന്നില്ല. ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂവെന്ന് ചിന്തിച്ചു. അതിന്റെ വില നാം കൊടുക്കേണ്ടി വന്നു. കേരളക്കാർ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളം സമൂഹം ഇനിയും ഉണർന്നിട്ടില്ലെങ്കിൽ കനത്ത വില ഇനിയും കൊടുക്കേണ്ടി വരും. കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ്. ഉണരേണ്ടിയിരിക്കുന്നു. നാം ആരുടെ അടിമകളല്ല. ഈ നാടിന്റെ സ്വതന്ത്ര വഴി ശ്വസിച്ച് അവസാന ശ്വാസം വരെ ജീവിക്കുവാനുള്ള അധികാരത്തോടു കൂടിയിട്ടാണ് ഈ മണ്ണിലേക്ക് നാം വന്നിട്ടുള്ളത്. ആർക്കും കപ്പം കൊടുക്കേണ്ട ആവശ്യം ഇവിടെയില്ല. ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. സ്വാഭിമാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഹിന്ദു സമൂഹത്തിന് കഴിയണമെങ്കിൽ അവൻ സംഘടിതനാകണം. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മുമ്പിൽ ഇത്രയും ആളുകളെ ഞാൻ കാണുന്നു. സംഘടിതരായതുകൊണ്ടാണിത്. പടിഞ്ഞാറൻ നാടുകളിൽ 3 കൊല്ലത്തിലധികം യാത്ര ചെയ്തിട്ട് തിരിച്ച് ഇവിടെ എത്തിയ ശേഷം സ്വാമിജി ഇവിടുത്തുകാരോടും അവിടുത്തുകാരോടും എന്ന് പറഞ്ഞത്, എന്നെ പടിഞ്ഞാറൻ നാട്ടിലെ ഒരു കാര്യം വല്ലാതെ ഭ്രമിപ്പിച്ചു കളഞ്ഞു, മോഹിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അവിടുത്തുകാർ ചോദിച്ചു, ഏത് പെണ്ണാണ് സ്വാമിജി നിങ്ങളെ ഭ്രമിപ്പിച്ചത്? പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണിനും എന്നെ ഭ്രമിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സംഘടിക്കാതെ മാർഗമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രാമകൃഷ്ണ മിഷനും രാമകൃഷ്ണ മഠവും അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. സംഘടിതരാകണം, ആത്മാഭിമാനമുള്ളവരാകണം. അതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ ദീപസ്തംഭമാണ് വേലുത്തമ്പി. പ്രാണൻ പോയാലും നാടിനു വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളണം. അങ്ങനെ നിലകൊണ്ട 2 ചെറുപ്പക്കാരുടെ വീരമാതാക്കളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഇവർ വീരമാതാക്കളാണ്. കാരണം ഭാരതം മാതാവിന്റെ പാദങ്ങളിൽ സ്വന്തം ജീവിതം പൂജാ പുഷ്പം പോലെ അർച്ചന ചെയ്ത ചെറുപ്പക്കാരുടെ മക്കളാണ്. ജീവിക്കുന്നുവെങ്കിൽ പുകഞ്ഞ് 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 ജീവിക്കരുത്. ജീവിക്കുന്നുവെങ്കിൽ ആളിക്കത്തണം. അത് പക്ഷെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. എങ്കിലെന്ത്, കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ആളിക്കത്തണം. പുകഞ്ഞ് പുകഞ്ഞ് കണ്ണുനീറി നാട്ടുകാരനും എന്തിനു ശല്യം ഉണ്ടാക്കണം. കുറെ നേരം പുകയാം. നമുക്ക് ആളിക്കത്തിയ ഒരുപാട് പേരുണ്ട്. ഒരാദർശത്തിന് വേണ്ടി ജീവിച്ചവർ, നാടിനു വേണ്ടി ജീവിച്ചവർ. അപകടം നാടിനെ ഇന്നു മാത്രമല്ല നേരിട്ടിട്ടുള്ളത്. എത്രയോ കാലമായി, എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ യുഗങ്ങളായി. യുഗങ്ങളുടെ കഥയെ നമുക്കറിയാമല്ലോ. അപകടം നമ്മുടെ നാടിനെ പല സന്ദർഭങ്ങളിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം തകർത്ത പാരമ്പര്യമുള്ള ഒരു ഉജ്ജ്വലമായ സമാജത്തിന്റെ പിന്മുറക്കാരായ നമുക്ക് നാട് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയണം. അതിന് നമുക്ക് കഴിയും. അതിന് ഈ പൂർവികന്മാരുടെ, വേലുത്തമ്പി ദളവയുടെയും സ്വാമി വിവേകാനന്ദന്റെയും പഴശ്ശിരാജയുടെയും അതേപോലെയുള്ള കോടാനുകോടി ധീരദേശാഭിമാനികളുടെയും രാജാക്കന്മാരുടെയും വിപ്ലവകാരികളുടെയും സാധു സന്തുക്കളുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും എല്ലാം വിഹാരരംഗമായിരുന്ന ഈ ഭൂമിയിൽ അവരുടെ ഓർമ്മ നമ്മെ നയിക്കട്ടെ. അതിന് ഈ ചടങ്ങ് ഒരു നിമിത്തമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.